ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? പറയൂ. ആണോ? കണിക്കൊന്നയൊക്കെ കിട്ടിയോ? കണിവെള്ളരി? ആഹാ, ഒരുക്കങ്ങളാണോ? ആ, എന്നാൽ ശരി, നടക്കട്ടെ, നമുക്ക് പിന്നീട് സംസാരിക്കാം. ഓക്കെ. എന്തൊരുക്കങ്ങളാ മുത്തശ്ശി? വിഷുവാ മോനെ, വിഷുവിൻ്റെ ഒരുക്കങ്ങളെ കുറിച്ചാണ് മുത്തശ്ശി പറഞ്ഞത്. വിഷു എന്താ മുത്തശ്ശി? നമ്മൾ ഓണം പോലെ തന്നെ ആഘോഷിക്കുന്ന ഒരു വലിയൊരു ഉത്സവമാണ് വിഷു. 2 ദിവസത്തെ പരിപാടിയാണ് നമ്മൾ ആഘോഷിക്കുന്നത്. വിഷു സംക്രാന്തി, വിഷു. നമ്മൾ ഓണം ആഘോഷിക്കില്ലേ, അതുപോലെ തന്നെ വളരെ ഭംഗിയായിട്ട് ആഘോഷിക്കുന്നതാണ് വിഷു. അത് മലയാളം മേടമാസത്തിൽ നമ്മൾ കണി വയ്ക്കുക എന്ന് പറയും. കണിയിൽ പ്രധാനമായിട്ട് വെക്കുന്നത് കൃഷ്ണന് വയ്ക്കും. കൃഷ്ണന് വെള്ളരി, അതുപോലെ തന്നെയാണ് കണിക്കൊന്ന. അപ്പോൾ നിറച്ച് കണിക്കൊന്ന. നിങ്ങൾ കണിക്കൊന്ന കണ്ടിട്ടുണ്ടോ? കൊന്ന പൂമരം, കൊന്ന പൂത്ത് കഴിഞ്ഞ് നിറച്ച് പൂവാണ്, സ്വർണ്ണ നിറത്തിലുള്ള പൂവ്. അത് കണി കാണാൻ വയ്ക്കും. പിന്നെ പച്ചക്കറികൾ, പഴങ്ങളെല്ലാം വയ്ക്കും. നമ്മൾ നാണയം വയ്ക്കും, സ്വർണം വയ്ക്കും, വെള്ളി വയ്ക്കും. ഇതെല്ലാം വെച്ച് തലേ ദിവസം ഇതെല്ലാം ഒരുക്കി വയ്ക്കും. എന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ കുട്ടികളെ കണ്ണൊക്കെ ഇങ്ങനെ അടച്ച് പിടിച്ച് കൊണ്ടുവന്ന് കണി കാണിക്കും. കണി കണ്ട് ഭഗവാനെ തൊഴുത് കണി കണ്ട് നമ്മൾ ഉച്ചയ്ക്ക് സദ്യയൊക്കെ ഒരുക്കി അങ്ങനെ അങ്ങ് തുടങ്ങും. ആ ഒരു വർഷം വളരെ നന്നായിരിക്കും എന്നാണ് നമ്മളുടെ വിശ്വാസം. അതാണ് വിഷു ആഘോഷിക്കുന്നത്. പിന്നെ വളരെ രസമുള്ളൊരു കാര്യമുണ്ട്, വിഷു കൈനീട്ടം കൈമാറുക എന്നുള്ളത്. വീട്ടിൽ മുതിർന്ന ആൾക്കാരെല്ലാവരും കുട്ടികൾക്ക് വിഷു കൈനീട്ടം കൊടുക്കും. മുത്തശ്ശി പറഞ്ഞാൽ ഇവിടെ വിഷു ഉണ്ടാക്കാൻ പറ്റില്ലേ? അതൊക്കെ ബുദ്ധിമുട്ടല്ലേ മോനെ? അച്ഛനും അമ്മയ്ക്ക് നാളെ ഓഫീസിൽ പോകേണ്ടതല്ലേ. വിഷു അടുത്ത വർഷം വരുമല്ലോ, അപ്പം നമുക്ക് ആഘോഷിക്കാം. അവരെ ബുദ്ധിമുട്ടിക്കണ്ട കേട്ടോ. ഗുഡ് മോർണിംഗ് അമ്മ. അമ്മ എന്താ ഓഫീസിൽ പോവാത്ത? എത്ര രാവിലെ? ഗുഡ് മോർണിംഗ് അമ്മ. ഇന്ന് അമ്മ ഓഫീസിൽ പോണില്ലേ? എന്താ രാവിലെ രണ്ടുപേരും ഇവിടെ? എന്തിനുള്ള പുറപ്പാടാ? ഒന്നില്ല. മുത്തശ്ശി കിടന്ന് ഉറങ്ങാണ്, ഡിസ്റ്റർബ് ചെയ്യാൻ നിൽക്കണ്ട. നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങിക്ക്. പക്ഷെ വിഷുക്കണി. വിഷുക്കണിയോ? ഇതാരും രാവിലെ തന്നെ ലാഡ്ഫോഡി വിളിക്കുന്നത്? അമ്മ റെഡി ആയിക്കോ, ഞാൻ എടുത്തോളാം. ഇതെന്താ പിള്ളേർ വിഷുവിന്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് പോണേ? എന്തോ കാര്യമുണ്ട് കേട്ടോ. വിഷുക്കണി എന്തൊക്കെ പറയുന്നുണ്ട്, എന്തോ ഒപ്പിക്കാനുള്ള പ്ലാനാണ് കേട്ടോ. വിഷുക്കണിയോ? നമുക്കേ ഇത് കുറച്ച് ലേറ്റ് ആയിട്ട് പോയാലോ? എന്താ പരിപാടി നോക്കിയാലോ? ഓക്കെ. മുത്തശ്ശി ഹാപ്പി വിഷു മക്കളെ. കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ മാധവ. നമുക്ക് എല്ലാരും കണി കാണിച്ചാലോ? Auntie, today is Vishu. Oh, is it today? I forget to call my kids. I have lots of work to do. You kids go. Don't disturb me. ആൻറ്റി എന്താ അങ്ങനെ പറഞ്ഞേ? നമ്മൾ പറഞ്ഞിട്ടാണ് അവർ വിഷു ആണെന്ന് പറഞ്ഞത്. പിന്നെ അവർ വിഷു അയാൾ ദിവസം പറ്റിട്ടു. ഞങ്ങൾക്ക് സ്വയം ആൻറ്റിയുടെ വീട്ടിൽ പോകും. ആൻറ്റി പാവ. ഹാപ്പി വിഷു മക്കളെ. എനിക്കിതൊക്കെ ആരാ പറഞ്ഞു തന്നെ? നല്ല കുട്ടികൾ. ഞാനിപ്പോൾ വരാം കേട്ടോ. ഹാപ്പി വിഷു. വിഷുവായിട്ട് എന്താ പരിപാടി? ഓഫീസിൽ നിന്ന് സദ്യ ഉണ്ടോ? ഇല്ല, സദ്യയൊന്നുമില്ല. വൈകിട്ട് നേരത്തെ എത്തുമോ? സാധനമൊക്കെ വാങ്ങിക്കാൻ. നോക്കാം. വാവ്, ഹാപ്പി വിഷു ലിറ്റിൽ വണ്ടർഫുൾസ്. ഹാപ്പി വിഷു. ഭഗവാൻ, ഇവിടുത്തെ കുട്ടികൾ ഇങ്ങനെയൊക്കെ ചെയ്യുമോ? ഈ വർഷം എന്തായാലും നല്ലതായി മക്കളെ. ഇന്ന് അത്ര നല്ല കുട്ടികളല്ലേ നമ്മൾ കണ്ടത്. ഇവർക്ക് എന്താ കൊടുത്താലാ ശരിയാവുക? ഹാപ്പി വിഷു.
വിഷു. എൻജോയ് ചെയ്യും. എന്താ പിള്ളേർ ഈ രാവിലെ തന്നെ കൃഷ്ണനെ നോക്കി പിടിച്ചിട്ടുണ്ട്? ഇതൊന്നും നിസ്സാര കളയാന്ന് വിചാരിച്ചേണേ? ഈ കാർന്നുമാരെന്നില്ലാണ്ട് ഇങ്ങനെ ഇറങ്ങി നടക്കാൻ നിങ്ങളോട് ആരാ പറഞ്ഞേക്കുന്നത്? കുട്ടികളോടൊന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കണേ. അവരൊന്നില്ലെങ്കിൽ ചെയ്ത ഒരു നല്ല കാര്യമല്ലേ? എന്തോ നല്ല കാര്യം. ഇങ്ങനെ പിള്ളേരെ രാവിലെ തന്നെ ഇറങ്ങി നടക്കുന്നതാണ് നല്ല കാര്യം. ഈ ബോധമില്ലാത്ത കുട്ടികളുള്ള കാലത്ത് അവർ ചെയ്ത നല്ല കാര്യമല്ലേ? ഇതിനെന്താ പ്രശ്നം? മക്കളെ, നിങ്ങൾ ചെയ്ത നല്ല കാര്യമാണ്. നിങ്ങൾ നല്ല കുട്ടികളുമാണ്. ഹാപ്പി വിഷു. നിങ്ങളിപ്പോൾ വീട്ടിലേക്ക് ചെല്ലും. It's okay. You did a wonderful job. We are proud of you. സി, ഓരോ വീട്ടിൽ നിന്നും ഡിഫറെൻറ്റ് റെസ്പോൺസസ് കിട്ടും. ടേക്ക് ദ ഗുഡ് തിങ്സ് ടു യുവർ ഹാർട്ട് ആൻഡ് ലീവ് ദ ബാഡ് തിങ്സ് ഫ്രം യുവർ ഹെഡ്. ഓക്കെ? ലൈഫിലും ഇതുപോലുള്ള സിറ്റുവേഷൻസ് വരും. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് വേണം നിൽക്കാൻ. നല്ല കാര്യങ്ങൾ മാത്രം മനസ്സിലേക്ക് എടുക്കണം, ചീത്ത കാര്യങ്ങളൊക്കെ മനസ്സിൽ നിന്ന് കളയണം. ഓക്കെ? ആൻഡ് ബി ഗുഡ് ടു എവ്രി വൺ. അപ്പം എൻ്റെ മക്കൾക്കും എല്ലാവർക്കും നന്മ നിറഞ്ഞ സ്നേഹമുള്ള ഒരു ഹാപ്പി വിഷു. അപ്പം എല്ലാവർക്കും ഹാപ്പി വിഷു.